മലപ്പുറത്തെ അതിജീവിതയുടെ സ്വകാര്യ അന്യായത്തിൽ പോലീസിന് വൻ തിരിച്ചടി എന്ന വാർത്തയാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജിയിൽ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി തൃശൂർ റേഞ്ച് ഡിഐജിയോട് റിപ്പോർട്ട് തേടി. എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല എന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രതികൾക്കായി അഭിഭാഷകർ ഹാജരായെങ്കിലും വാദം നടത്താൻ കോടതി അനുവദിച്ചില്ല. ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ മലപ്പുറത്ത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. അവരുടെ മൊഴിയെടുത്തതുപോലും നിയമവിരുദ്ധമായിട്ടാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അവർക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായി. ഇപ്പോൾ എന്താണ് കോടതിയുടെ ഉത്തരവ്? ഈ ഉത്തരവ് ഏറെ പ്രധാനപ്പെട്ടതാണ് സ്മൃതി. അതായത് സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലാണ് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇങ്ങനൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതായത് അതിജീവിത കൊടുത്ത പരാതിയിൽ എഫ്ഐആർ എടുക്കുന്നില്ല എന്നതായിരുന്നു പ്രധാനമായും അതിജീവിതയുടെ അഭിഭാഷകർ കോടതി മുമ്പാകെ സ്വകാര്യ അന്യായത്തിലൂടെ ഉന്നയിച്ചത്. ഇനിയിപ്പോൾ തൃശൂർ DIG റിപ്പോർട്ട് നൽകുന്ന സമയത്ത് എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന വിവരം കൃത്യമായി റിപ്പോർട്ടിൽ പ്രതിപാദിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരം കേസുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നിരിക്കെ എങ്ങനെ ഒരു അന്വേഷണം നടത്തും എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എഫ്ഐആർ ഇട്ടതിന് ശേഷം മാത്രമേ DIGക്ക് അന്വേഷണം നടത്താൻ കഴിയൂ. അതിനുള്ള നിർദ്ദേശം SHOക്ക് കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായ അഭിഭാഷകർ, ഹൈക്കോടതി അഭിഭാഷകൻ ഫിർദൌസ്, അതുപോലെ ഇവിടുത്തെ അഭിഭാഷകൻ നൌഷാദ് എന്നിവർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ്? കോടതി ഇന്ന് കൃത്യമായി കേസ് പരിശോധിച്ചതിന് ശേഷം വിശദമായി വാദം കേട്ടു. വാദം കേട്ടതിന് ശേഷം കോടതി പറഞ്ഞു ഇതിന് പ്രൊസീജിയറാണ്. ഇത് പ്രൈവറ്റ് കംപ്ലയിന്റിലെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ BNSS പ്രകാരം നമ്മളൊരു പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന്റെ ഒഫീഷ്യലിന്റെ ഒരു സബ്മിഷൻ അതിലൊരു പ്രൊവിഷൻ കിടക്കുന്നുണ്ട്. അഥവാ ആ സബ്മിഷൻ എടുക്കാതെ പോയി കഴിഞ്ഞാൽ അക്യൂസ്ഡിന് അതുമായി ബന്ധപ്പെട്ടൊരു ഹൈക്കോടതിയിൽ പോകാൻ പറ്റും. ആ ഒരു ഗ്യാപ്പ് അവിടെ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷണം നടത്തിയില്ല എന്നുള്ളതടക്കമുള്ള സകല റിപ്പോർട്ടും കൂടിയിട്ട് ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് കോടതിക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കും. നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്ഐആർ ഇടുക എന്നുള്ളതാണ്. പോലീസ് ഇട്ടില്ലെങ്കിൽ കോടതി എഫ്ഐആർ ഇടാൻ നിർദ്ദേശിക്കും നെക്സ്റ്റ് ഡേറ്റിൽ. അതല്ല, അതിനു മുമ്പേ കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലളിതകുമാരി കേസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രിലിമിനറി എൻക്വയറി പോലും വിത്തൌട്ട് രജിസ്റ്ററിങ് എഫ്ഐആർ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ റിപ്പോർട്ട്, അവരെ സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യും. ഇപ്പം ഇന്നലൊക്കെ അവർ അൺഒഫീഷ്യലി അവരെ സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ എഫ്ഐആർ ഇടണം. ആ എഫ്ഐആറിന്റെ ബേസിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ആ എഫ്ഐആർ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. അതാണ് നമ്മൾ ഈ കോടതിയിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രയർ അതായിരുന്നു. ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ നടപടിയിൽ എത്രത്തോളം ഗൗരവമുണ്ട്? ഇത് കോടതി അതീവ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ കേസ് കണ്ടിരിക്കുന്നത്. കോടതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ഇവരെ പോലീസ് വണ്ടി വന്നിട്ട് ഇവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായതൊക്കെ നമ്മൾ കോടതിയോട് പറഞ്ഞിരുന്നു. കോടതി അതെല്ലാം വീക്ഷിച്ചിട്ടുണ്ട്. കോടതി എല്ലാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കോടതിക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ഇതിന്റെ എന്താ പറയുക, ക്രിമിനൽ പ്രൊസീജിയർ കോഡായിരുന്നു മുമ്പുണ്ടായിരുന്നത്, ഇപ്പൊ BNSS ആണ്. അത് പ്രകാരമുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കോടതിക്ക് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ കോടതി എഫ്ഐആർ ഇടാൻ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ഒരു കോഗ്നിസബിൾ ഒഫൻസ് ശ്രദ്ധയിൽപ്പെട്ടാൽ, ഒരു പോലീസ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് ഓഫീസർ ആദ്യം ചെയ്യേണ്ടത് എഫ്ഐആർ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പരാതി, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിജീവിത ഒരു പരാതി കൊടുത്ത സാഹചര്യത്തിൽ SHO ചെയ്യേണ്ട നടപടി എന്ന് പറഞ്ഞാൽ എഫ്ഐആർ ഇട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? എഫ്ഐആർ ഇടാതെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അവർ സ്റ്റേറ്റ്മെന്റ് എടുത്തു, വീടിന്റെ അവിടെ വന്നിട്ട് ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇതൊക്കെ അൺഒഫീഷ്യലാണ്. അൺഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ നടത്താൻ പറ്റില്ല. സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ നിർബന്ധമായിട്ടും എഫ്ഐആർ ഇടണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. അഡ്വക്കേറ്റ് നൌഷാദ് കൂടി ചേരുന്നുണ്ട്. ഒരു SP-ക്കെതിരെ കൂടിയാണ്. ഇതിൽ CI ഉണ്ട്, DYSP ഉണ്ട്, SP ഉണ്ട്. അതുകൊണ്ടാണോ DIG തന്നെ റിപ്പോർട്ട് കൊടുക്കണം? ഇതൊരു സാധാരണമല്ലല്ലോ അല്ലെ ഇങ്ങനൊരു ഉത്തരവ്? ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ BNSSുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കോടതി ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തൃശൂർ DIGയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ്
പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്നുള്ള രീതിയിൽ അവർക്കുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഇവിടെ റിവീൽ ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വിശദമായി അറിയുന്നതിനും അന്വേഷിക്കുന്നതിനും SP-യുടെ മുകളിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള തൃശ്ശൂർ DIG-യോട് റിപ്പോർട്ട് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇതിന് FIR പോലുള്ള മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ. ഇത്തരം നടപടി അപൂർവമല്ല. ഒരു മജിസ്ട്രേറ്റ് കോടതി ഇത്തരം ഒരു കേസിൽ DIG-യോട് റിപ്പോർട്ട് തേടിയതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ താങ്കൾ? DIG-യോട് റിപ്പോർട്ട് തേടിയിട്ടുള്ള ഒരു സാഹചര്യവും നിലവിൽ ഇതുവരെ എൻ്റെ അറിവിലില്ല, ഉണ്ടായിട്ടില്ല. അത്രയേറെ ഗൗരവത്തിലെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് എന്നതിലുപരി ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രതികൾ CI-യും അതേപോലെ തന്നെ DYSP-യും SP-യും എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലിപ്പോൾ പ്രധാനമായും ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ മറുപടി ഉറപ്പായിട്ടും DIG കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ രാത്രി കയറി വന്ന് ആ അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിലുള്ള മൊഴിയെടുപ്പ്, അതുപോലെ തന്നെ ഈ സ്ത്രീ ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് സർവീസിലുള്ള CI പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സ്ഥിതി സ്വാഭാവികമായും ഈ അന്വേഷണ പരിധിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം വരും. അതെല്ലാം ഒന്നുകിൽ കോടതിയുടെ മുന്നിലേക്ക് തന്നെ വരും. എന്നുള്ളത് തന്നെയായിരുന്നു പ്രാഥമികമായ ചോദ്യം. പ്രസാദ്, അതിജീവിത ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് FIR ഇട്ടില്ല, ഈ പരാതി നൽകുമ്പോൾ എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന ചോദ്യമാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ചോദിച്ചത്. FIR ഇടാതെ ഒരു പ്രാഥമിക അന്വേഷണം എന്ന രൂപത്തിലേക്ക് പോവുകയും തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന രീതിയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നീങ്ങുകയുമാണ് ചെയ്തത്. ഘട്ടത്തിലാണ് അതിജീവിത കോടതിയിലേക്ക് പോയത്. അവിടെയാണ് ഇപ്പോൾ പോലീസിന് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജിയിൽ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയാണ് തൃശൂർ റേഞ്ച് DIG-യോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല എന്നതും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ ഹാജരായി എങ്കിലും വാദം നടത്താൻ കോടതി അനുവദിച്ചില്ല.